തലയറക്കൽ ഉൾപ്പെടെയുള്ള ക്രൂരമായ ചെയ്തികൾക്ക് കുപ്രസിദ്ധരായ ഇസ്ലാമിക തീവ്രവാദികളുടെ പിടിയിൽ നിന്നുള്ള കത്തോലിക്ക സന്യാസിനി സിസ്റ്റർ ഗ്ലോറിയ സിസിലിയുടെ മോചനം ദൈവത്തിന്റെ ഒരു അത്ഭുതം തന്നെയാണ്. സാഹചര്യങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല എന്നതാണ് സിസ്റ്ററുടെ മോചനം നൽകുന്ന സന്ദേശം. ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സിസ്റ്റർ ഗ്ലോറിയയുടെ മോചന വാർത്ത അത്യാഹ്ലാദത്തോടെയാണ് ആഗോള ക്രൈസ്തവ സമൂഹം ശ്രവിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ഇസ്ലാമിക തീവ്രവാദികളുടെ തടവിലായിരുന്ന സിസ്റ്റർ ഗ്ലോറിയയ്ക്കായുള്ള ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനുമുള്ള ഉത്തരമാണ് സിസ്റ്ററിന്റെ മോചന സദ്വാർത്ത. 2017 ഫെബ്രുവരി 7-ാം തീയതിയാണ് അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടന ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ഗ്ലോറിയയെ സഹേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. പിറ്റേ വർഷം തന്നെ മോചിപ്പിക്കുവാൻ ഫ്രാൻസിസ് പാപ്പയോട് സഹായം അഭ്യർത്ഥിച്ചുള്ള സിസ്റ്ററുടെ വീഡിയോ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 8-ന് തീവ്രവാദികൾ ബന്ദികളാക്കിയിരുന്ന ഇറ്റാലിയൻ മിഷണറി വൈദികനായ ഫാദർ പിയർ ലൂയിജി മക്കല്ലി, സോഫി പെട്രോണിൻ എന്നിവരുൾപ്പെടെയുള്ള 4-അംഗ സംഘത്തെ വിട്ടയച്ചതോടെ സിസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വ്യക്തമായിരുന്നു. സിസ്റ്റർ ഗ്ലോറിയ സിസിലിയുടെ ഒപ്പമായിരുന്നു താൻ കഴിഞ്ഞിരുന്നതെന്നും സിസ്റ്ററുടെ ജീവിതാവസ്ഥ പരിതാപകരമാണെന്നും മോചനത്തിനായി ഇടപെടണമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവൽ മാക്രോണിനോട് സോഫി പെട്രോണിൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ 57 വയസ്സുള്ള സിസ്റ്റർ ഗ്ലോറിയ സഹോദരനായ എഡ്ഗർ നെർവേസിന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം അയച്ച കത്ത് പുറത്തുവന്നു. സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസ് വഴി സിസ്റ്റർ സഹോദരൻ അയച്ച കത്തിൽ താൻ ഇപ്പോൾ പുതിയ സംഘടനയുടെ കീഴിൽ ബന്ദിയാണെന്നും ഇപ്പോൾ തടങ്കലിൽ വെച്ചിരിക്കുന്നത് ദി ഗ്രൂപ്പ് ഫോർ ദി സപ്പോർട്ട് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് എന്ന സംഘടനയാണെന്നും പരാമർശമുണ്ടായിരുന്നു. അടുത്ത നാളിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടതിന്റെ 4-ാം വാർഷികത്തിൽ കൊളംബിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ മിഷണറി ആനിമേഷൻ വിഭാഗത്തിന്റെ പ്രസിഡന്റായ ബിഷപ്പ് ഫ്രാൻസിസ്കോ മുനേറ സിസ്റ്റർ ഗ്ലോറിയയുടെ മോചനത്തിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനാഹ്വാനം നടത്തിയിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സിസ്റ്ററുടെ മോചനത്തിനായി പ്രാർത്ഥനയും നയതന്ത്ര ശ്രമങ്ങളും തുടരുന്നതിനിടെയാണ് മോചനത്തിന്റെ സദ്വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. സിസ്റ്റർ മോചിപ്പിക്കപ്പെട്ട വിവരം മാലി പ്രസിഡന്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് പുറലോകം അറിഞ്ഞത്. മോചിതയായ ശേഷം സിസ്റ്റർ ഗ്ലോറിയ ഫ്രാൻസിസ് പാപ്പയുമായി ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെ മെത്രാന്മാരുടെ സുനഹദോസ് ആരംഭിക്കുന്നതിനുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പാണ് സിസ്റ്റർ ഗ്ലോറിയ സിസ്റ്ററുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തിയത്. അനിശ്ചിതാവസ്ഥയുടെയും ഭീതിയുടെയും നടുവിലും കഴിഞ്ഞ 4 വർഷക്കാലം ഇസ്ലാമിക തീവ്രവാദികളുടെ തടവറയിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിച്ച സിസ്റ്റർ ഗ്ലോറിയ ധീരമായ ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യമാണ് ലോകത്തിന് നൽകുന്നത്.